കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഭീകര ഫണ്ടിംഗ് ശൃംഖല തകർക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയ നടപടികളിലേക്ക് കടക്കുന്നു. ചെന്നൈ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, മുംബൈ എന്ന 4 മെട്രോ നഗരങ്ങളിലെ 16 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ പുലർച്ചെ മുതൽ ഇഡി സംഘം ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചത്. സ്ഫോടനത്തിന് വഴിയൊരുക്കിയ ഭീകരവാദ സംഘത്തിന് പണം ലഭിച്ചത് എവിടെ നിന്ന് എന്ന് കണ്ടെത്തുന്നതിനാണ് ഈ വ്യാപക തിരച്ചിൽ. 2022 ഒക്ടോബർ 23 കോയമ്പത്തൂർ സംഗമേശ്വരർ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ കാർ ഓടിച്ചിരുന്ന ജമീഷ മുബീൻ കൊല്ലപ്പെട്ടിരുന്നു. കേസിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ 17 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. NIA FIR അടിസ്ഥാനമാക്കിയാണ് ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്ത് സാമ്പത്തിക അന്വേഷണം വേഗത്തിലാക്കിയത്. വ്യാജ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് തട്ടിപ്പിലൂടെ പണം സമാഹരിച്ചു. ചില അറബിക് കോളേജുകൾ വഴി ശേഖരിച്ച വിദേശ തുക, ഇത് രണ്ടുമാണ് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് എന്നാണ് ഇഡി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ചില ഡോക്ടർമാരുടെ സഹായത്തോടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി സമ്പാദിച്ച തുകയും തമിഴ്നാട്ടിലെ അറബിക് കോളേജുകളിൽ ലഭിച്ച സംഭാവനകളും സ്ഫോടനത്തിലുള്ള രാസവസ്തുക്കളും സാമഗ്രികളും വാങ്ങാൻ ഉപയോഗിക്കുകയായിരുന്നു. കേസിലെ പ്രതികളെല്ലാം ഈ കോളേജുകളിൽ വെച്ചാണ് തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്നും ഇഡി വ്യക്തമാക്കുന്നു. റെയ്ഡുകൾ വെള്ളിയാഴ്ചയും തുടരും എന്നാണ് അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സൂചന. 2022 ഒക്ടോബറിൽ ഐസിസ് പ്രചോദിതമായി നടന്ന കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 18 പ്രധാന പ്രതികളെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. NIA വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പ്രതികളുടെ സ്ഫോടന പദ്ധതിയിലെ പ്രധാന പങ്കാളിയാണ് എന്നും ചാവേർ ബോംബർ ജമീഷ മുബീനെ ജയിലിൽ നിന്ന് നയിച്ചു എന്നും പറയപ്പെടുന്ന മുഹമ്മദ് അസുറുദ്ദീന്റെയും വീടുകളിൽ ഇഡി റെയ്ഡ് നടത്തി. കോയമ്പത്തൂരിലെ അൻപു നഗർ, GM നഗർ, ഉക്കടം പ്രദേശത്തെ അസദ് നഗർ, പോടന്നൂർ, ശരവണംപട്ടി എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പരിശോധനയിൽ കേസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന രേഖകളും ഫയലുകളും ഇഡി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചു. പിടിച്ചെടുത്ത വസ്തുക്കൾ പരിശോധിച്ചു വരികയാണ്. കൂടാതെ പണമിടപാട് കണ്ടെത്തുന്നതിനും തീവ്രവാദ ഫണ്ടിംഗ് ശൃംഖലയുമായി ബന്ധമുള്ള മറ്റുള്ളവരെ തിരിച്ചറിയുന്നതിനുമായി കൂടുതൽ അന്വേഷണവും നടക്കുന്നുണ്ട്. ജമീഷ മുബീനും മറ്റുള്ളവരും സ്ഫോടക വസ്തുക്കൾ നിറച്ച പരിഷ്കരിച്ച കാർ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. 2022 ഒക്ടോബർ 23 കോയമ്പത്തൂരിലെ കൊട്ടായ്മേട്ടിലെ സംഗമേശ്വരർ ക്ഷേത്രത്തിന് സമീപം വാഹനത്തിൽ ഘടിപ്പിച്ച ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. ദേശീയ അന്വേഷണ ഏജൻസി കേസ് അന്വേഷിച്ചു വരികയായിരുന്നു. അതേസമയം ഓപ്പറേഷന് വേണ്ടിയുള്ള ഫണ്ട് എങ്ങനെ ലഭിച്ചുവെന്ന് കണ്ടെത്താൻ ഇഡി സാമ്പത്തിക അന്വേഷണവും ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.